ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചില ഇൻട്രസ്റ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതും ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിന് വേണ്ടി. അതായത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ കണ്ടുവരുന്ന ചില ഇൻട്രസ്റ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ചെറിയ LED ലൈറ്റിംഗ് എഫക്റ്റും ഷെൽഫും സംഭവങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും അത് വായിക്കാം. ഓക്കെ, സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പം നോർമലി നമ്മൾ ടെക്സ്റ്റ് എന്തായാലും യൂസ് ചെയ്യും. പിന്നെ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഇമോജീസും സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് നോർമലി തേർഡ് പാർട്ടി സ്റ്റിക്കേഴ്സ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വെച്ച് നിങ്ങളൊരു ഫേസിൻ്റെ ഒരു ഷേപ്പും സൈസും നിങ്ങളുടെ ഒരു ലുക്ക് ലൈക്കുള്ള ഒരു ഇമോജി അല്ലെങ്കിൽ സ്റ്റിക്കർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ആ ഒരു ഫേസ് ഇമോജീൻ്റെ പല പല ഇമോഷൻസിലുള്ള ഇമോജീസ് നിങ്ങൾക്ക് എല്ലായിടത്തും ഷെയർ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും നമ്മുടെ ഫേസിൻ്റെ ഇമോജി ഉണ്ടാക്കുന്ന പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യണം. ഇതാണ് ബേസിക്കലി ഗൂഗിൾ കീബോർഡ്. ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ കീബോർഡ് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഗൂഗിൾ കീബോർഡ് ആയിരിക്കും. ഗൂഗിൾ കീബോർഡ് ഓപ്പൺ ആയി വരും. അത് കഴിഞ്ഞ് സ്റ്റിക്കേഴ്സിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ മിനീസ് എന്ന ഓപ്ഷൻ കാണും, അവിടെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഒരു സെൽഫി എടുക്കാം. ക്രിയേറ്റിംഗ് ഒരു മിനീസ് എന്ന് എഴുതി വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഷോ മീ. സോ ഇതാണ് ബേസിക്കലി 3 ഫോർമാറ്റിലുള്ള നമ്മുടെ മിനി മീ, അല്ലെ മിനി മീ എന്നാണ് ഗൂഗിൾ വിളിക്കുന്നത്. മിനി മീ നമുക്ക് കാണാൻ കഴിയും. ഇമോജി മിനി, സ്വീറ്റ് മിനി, ബോൾഡ് മിനി. സോ വേറെ വേറെ രീതിയിലുള്ള അതാണ് നമ്മുടെ ഫേസ് ഇമോജിയാണ്. എക്സാക്ട്ലി വരില്ല. എക്സാക്ട്ലി വരാൻ വേണ്ടി നമ്മൾ കയറി ചെറിയ രീതിയിൽ കസ്റ്റമൈസ് ഒക്കെ ചെയ്യണം. ഇപ്പോൾ എൻ്റെ താടിയും മുടിയൊക്കെ ഏകദേശം അതേ രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് സ്വീറ്റ് മിനി ഒന്ന് നോക്കാം. സ്വീറ്റ് മിനി കസ്റ്റമൈസ് പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഒരു ഫേസ്, നമ്മുടെ താടി അനുസരിച്ച് നമ്മുടെ കണ്ണുകൾ, മൂക്ക് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് നമുക്ക് ഇമോജീസ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റിക്കേഴ്സ് ഇതാ ഇപ്പോൾ ഇവിടെ കണ്ടോ 3 ടാബ് വന്നിട്ടുണ്ട് മിനീസിൻ്റെ, നമ്മുടെ മിനി മീൻ്റെ. ഏത് മിനി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. ചെയ്ത് നോക്കുക. കറക്റ്റ് ചെയ്യണം. കസ്റ്റമൈസ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ നല്ല എക്സാക്റ്റ് ലുക്ക് കിട്ടും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിൽ പലരും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ലാംഗ്വേജ് ട്രാൻസ്ലേഷന് വേണ്ടി ഗൂഗിൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു ഹിന്ദി, അങ്ങനെ ഒരുപാട് ഭാഷകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ നോർമലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേഷൻ കിട്ടും. ഓക്കെ, ടൈപ്പ് ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ, അത് ബുക്കിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും മറ്റൊരു ഫോണിലാണെങ്കിലും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ക്യാമറ വഴി നോക്കിയിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ അറിയാൻ പറ്റും. സോ എഴുതി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ക്യാമറ പോയിൻ്റ് ചെയ്താൽ മതി. സോ ഈ ഒരു ട്രിക്കിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് ഗൂഗിൾ ലെൻസ്. മിക്ക എല്ലാ സ്മാർട്ട് ഫോൺസിലും ഉണ്ട്. ഗൂഗിൾ ലെൻസിന് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ ലെൻസിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ടിപ്സ് ആൻഡ് ട്രിക്സ്. ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ലെൻസിനെ കുറിച്ചൊരു പ്രത്യേകം വീഡിയോ വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും. അത്രമാത്രം ട്രിക്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൽ നിന്നൊരു ട്രിക്കാണ് ഈ ഒരു ലൈവ് ട്രാൻസ്ലേഷൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് താഴെ ട്രാൻസ്ലേറ്റ് എന്നൊരു ടാബ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ഇനി ഇംഗ്ലീഷ് ടു മലയാളം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം ഒരുപാട് ഭാഷകൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ചെയ്യുന്ന അതേ രീതിയിലുള്ള സംഭവമാണ്. ഞാൻ ഇംഗ്ലീഷ് ടു മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് എൻ്റെ ഇപ്പം ട്രാൻസ്ലേഷൻ ലാംഗ്വേജ്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഒരു ചെറിയ ടെക്സ്റ്റ്, ഒരു ചെറിയ വെബ്സൈറ്റിൽ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്യാമറ അതിലേക്ക് പോയിൻ്റ് ചെയ്യാം. കണ്ടില്ലേ, ലൈവായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഈസി പ്രോസസ്സാണ്, ലൈവായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ നമ്മളൊരു ഈ ഒരു ടെക്സ്റ്റ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് എന്നിട്ട് ആ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുന്ന ഭേദമാണ് നേരെ ഡയറക്റ്റ്ലി ലൈവായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ കാണാൻ കഴിയും. വളരെ കൂളായൊരു ഫീച്ചറാണ്, വളരെ യൂസ്ഫുൾ ആയൊരു ഫീച്ചറാണ്. ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റ്, അത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് വേറെ ടെക്സ്റ്റിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ കോപ്പി ഓൾന്ന് ക്ലിക്ക് ചെയ്യാണ്. കോപ്പി ടു ക്ലിപ്പ് ബോർഡ്. നമുക്ക് ഒന്നുകൂടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, നമ്മളിപ്പം ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ടു മലയാളം ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ടെക്സ്റ്റ് മലയാളത്തിൽ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത്. വളരെ കൂളായൊരു ഫീച്ചറാണ്. ഞാൻ നെക്സ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്ന ടിപ്പ് വളരെ സിമ്പിൾ ബട്ട് പവർഫുള്ളായ ടിപ്പാണ്. നമ്മുടെ കയ്യിലൊരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ 95%
കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം എന്ന വെബ് ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ബ്രൗസറാണ്. വളരെ സിമ്പിളാണ്, ഈസി ടു യൂസ് ആണ്. നമ്മൾ പലപ്പോഴും ഒരുപാട് ടാബുകൾ ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ടല്ലേ. നമ്മളിങ്ങനെ കാട് കയറി പോകുമ്പോൾ ഒരുപാട്, ചിലപ്പം 10-25 ടാബുകൾ കാണും. നമ്മൾ നോർമലി എങ്ങനെയാണ് ടാബ് ആക്സസ് ചെയ്യുന്നത്? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യും ഏത് ടാബിലേക്കാണ് പോകേണ്ടത്, എന്നിട്ട് ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ചെയ്യാതെ വളരെ സിമ്പിളി നമ്മുടെ ഒരു അഡ്രസ് ബാർ ഉണ്ടല്ലോ, അഡ്രസ് ബാറിൽ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോ മേളിൽ ആ ഒരു നമ്മുടെ അഡ്രസ് ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ gadgets.ndtv.com അവിടെ അങ്ങ് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, വളരെ സ്മൂത്ത്ലി. സോ അവിടെ ക്ലിക്ക് ചെയ്ത് പിന്നെ സെലക്ട് ചെയ്യുന്ന ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് പോകാം. ഒരു സിമ്പിൾ ബട്ട് പവർഫുൾ ടിപ്പാണ്. നമ്മുടെ ഈ പോക്കോ X2 എന്ന ഈ ഫോണിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ ഒരു കൊച്ചു മനുഷ്യനുണ്ടല്ലോ, താഴെ ഒരു ചെറിയൊരു മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു സൈൻ ഉണ്ട്. നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ ഓപ്ഷൻസ് വരും. ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ആക്സസിബിലിറ്റി സെറ്റിംഗ്സ്, പവർ, വോള്യൂം, റീസെൻറ്റ്, ലോക്ക് സ്ക്രീൻ. സത്യത്തിൽ ഇതൊരു ഷോർട്ട് കട്ട് കീ ആണ്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വോള്യൂം ബട്ടൺ ഡാമേജ് ആയിപ്പോയി, അതുകൊണ്ട് വോള്യൂം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ വോള്യൂം പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വോള്യൂം ഇവിടെ വരുന്നുണ്ട്. സോ വോള്യൂം ബട്ടൺ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് വോള്യൂം ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് വേറെ സെറ്റിംഗ്സ് ആയിരിക്കും ഈ ഒരു ആക്സസിബിലിറ്റി മെനുവിൽ കാണാൻ കഴിയുക. സെറ്റിംഗ്സിൽ പോവുക, സെർച്ചിൽ ആക്സസിബിലിറ്റി മെനു. ഇപ്പോൾ നമ്മുടെ ഓൺ ആയിരിക്കുകയാണ്. ഞാൻ ഓഫ് ചെയ്താൽ ആ ഒരു അവിടെ ഐക്കൺ അവിടെ നിന്ന് പോയി. ഓൺ ചെയ്താൽ ആ ഒരു ആക്സസിബിലിറ്റി സെറ്റിംഗ് തിരിച്ച് വരും. എന്നിട്ട് അതുവഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വോള്യൂം ഇൻക്രീസ്, ഡിക്രീസ്, പവർ ഓൺ ഓഫ്, സ്ക്രീൻഷോട്ട് അതൊക്കെ എടുക്കാൻ കഴിയും. ഇപ്പം മിക്ക സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും അവരുടെ ഫോൺസിൻ്റെ സൈസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഹാൻഡ് യൂസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ ആ ഒരു ലിമിറ്റേഷൻ മറികടക്കാൻ വേണ്ടി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ ഫൺ സോഫ്റ്റ്വെയർ ആണ് സർക്കിൾ സൈഡ് ബാർ. സോ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മെയിൻ സംഭവം എന്നാണ്. സോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഞാൻ സ്വൈപ്പ് ചെയ്താൽ ഇത് കണ്ടില്ലേ, ഒരു വളരെ കൂൾ ലുക്കിംഗ് ഒരു സർക്കുലർ വീൽ വരും. അവിടെ നമ്മുടെ എല്ലാ സംഭവങ്ങളുണ്ട്, ആപ്പും സെറ്റിംഗ്സ് ഒക്കെ അവിടെ കാണാൻ കഴിയും. നമുക്ക് ഇനിയും ആഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഇതിൻ്റെ സെറ്റിംഗ്സ് നമുക്കൊന്ന് കയറി നോക്കാം. ഈ ഒരു ആപ്പ് ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഒന്നുകൂടെ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സോ ടേൺ ഓഫും ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി സെറ്റിംഗ്സിലേക്ക് കയറി പോകേണ്ട ആവശ്യമില്ല, ആപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടിപ്പ് ഒരു യൂസ്ഫുൾ ടിപ്പാണോ എന്നറിയില്ല, പക്ഷേ ഒരു കൂൾ ടിപ്പ് തന്നെയാണ്. ഓക്കെ, ഒരു ട്രിക്ക് എന്ന് പറയാൻ പറ്റും, ടിപ്പല്ല ഒരു ട്രിക്കാണ്. അതിന് വേണ്ടി ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ക്രോം. എന്നിട്ട് google.com പോയിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് ഇവിടെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം. സെറ്റിംഗ്സ്, ഇവിടെ സെർച്ച് സെറ്റിംഗ്സ്, താഴെ ഹാൻഡ് റൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണും, ഹാൻഡ് റൈറ്റ്, അത് എനേബിൾ ചെയ്യണം. എന്നിട്ട് താഴെ പോയിട്ട് സേവ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, ടൈപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിലേക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയാൽ മാത്രം മതി. വളരെ ഈസിയാണ്, ഞാൻ കാണിച്ചു തരാം. നഖം വെച്ച് എഴുതാം നമുക്ക് വേണമെങ്കിൽ. നിങ്ങളുടെ കയ്യിൽ പേനയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പേന വെച്ചാൽ നമ്മൾ നോർമൽ പേനയല്ല, സ്റ്റൈലസ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് എഴുതാൻ പറ്റും. സോ ഞാൻ വാട്ടെന്ന് എഴുതി കാണിക്കാം. വാട്ടെന്ന് എഴുതി വരുന്നുണ്ട്. സോ നിങ്ങൾ എഴുതുന്ന ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ പറഞ്ഞ പോലെ എത്രമാത്രം യൂസ്ഫുൾ ആണെന്നറിയില്ല, പക്ഷേ ട്രിക്ക് നല്ലതാണ്, ഒരു ഫൺ ട്രിക്കാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിൽ നമ്മുടെ ഒരുപാട് പ്രൈവറ്റ് ഇൻഫോർമേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോട്ടോസ്, ടെക്സ്റ്റ്, വീഡിയോ, ചാറ്റ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ നമ്മുടെ ഫോൺ ചോദിക്കുമ്പോൾ കൊടുക്കാൻ ഒരു ചെറിയൊരു ആശങ്ക എപ്പോഴും ഉണ്ട് നമ്മുടെ മനസ്സിൽ, ചെറിയൊരു പേടിയുണ്ട്. ഇനി ആ പേടി വേണ്ട. ഞാനിപ്പം കാണിച്ചു തരാൻ പോകുന്ന സ്ക്രീൻ പിന്നിങ് ടിപ്പ് യൂസ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഓബ്വിയസ്ലി സെറ്റിംഗ്സിലേക്ക് പോകണം. സെറ്റിംഗ്സിലുള്ള സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് പിൻ എന്ന് ടൈപ്പ് ചെയ്യണം. പിൻ വിൻഡോസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പിൻ വിൻഡോസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആമസോണിൻ്റെ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫ്രണ്ടിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, റീസെൻറ്റ് ആപ്ലിക്കേഷൻ ടാബ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇവിടെ ലോങ് പ്രസ്, ആമസോണിൻ്റെ മേളിൽ ലോങ് പ്രസ് ചെയ്താൽ താഴെ പിൻ ദിസ് ആപ്പ്. ഓക്കെ, ഈ പിൻ എടുത്ത് കളയാൻ വേണ്ടി ഈ രണ്ട് ബട്ടൺ, റീസെൻറ്റും ബാക്ക് ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. സോ തൽക്കാലം ഓക്കെ. ഇനി വേറെ എങ്ങും പോകാൻ പറ്റില്ല, ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്താലും ഈ ആമസോണിൻ്റെ ആപ്പ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. നോട്ടിഫിക്കേഷൻ ഒന്നും, ഞാൻ കുറേ സ്ലൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മേളിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്താലും നോട്ടിഫിക്കേഷൻ ഐക്കോൺ ഒന്നും തുറന്നു വരത്തില്ല. ഈ ഒരു പിന്നിൽ നിന്ന് അൺപിൻ ചെയ്യാൻ വേണ്ടി ബോട്ടം ലെഫ്റ്റ് സൈഡിലുള്ള റീസെൻറ്റും പിന്നെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ബാക്ക് ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇനി ഇത് ആർക്ക് വേണമെങ്കിലും അൺപിൻ ചെയ്യാമല്ലോ ഈ ടെക്നിക്ക് അറിയാമെങ്കിൽ. അൺപിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോക്ക് സ്ക്രീനിലേക്കാണ് ചെല്ലുന്നത്, ലോക്കായി പോകും. അൺലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പിൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വേണം. സോ വളരെ കൂളായ ഒരു ഫീച്ചർ തന്നെയാണ്. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതുപോലത്തെ രസകരമായ കൂൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.